ഇനി തേർഡ് വൺ ആണ് ഡിസ്പ്ലേ. CRT മോണിറ്റേഴ്സ് ടിപ്പിക്കലി യൂസ് മോർ പവർ ദാൻ LCD മോണിറ്റേഴ്സ്. ദേ ഓൾസോ കണ്ടെയ്ൻ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ്. അതായത് നമ്മൾ നേരത്തെയൊക്കെ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് CRT മോണിറ്റേഴ്സ് ആയിരുന്നു. അതിപ്പോൾ റീപ്ലേസ് ആയി LCD മോണിറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതും റീപ്ലേസ് ആയി LED മോണിറ്റേഴ്സും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യം പറയുന്നത് വെച്ചാൽ CRT മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പവറിനെ കൂടുതൽ വേസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ പവറും കൂടുതൽ എനർജി ആവശ്യമുണ്ട് CRT മോണിറ്റേഴ്സിന്. അവരുടെ കൂടുതൽ ഇലക്ട്രിസിറ്റീനെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ LCD മോണിറ്റേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ പവർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇലക്ട്രിസിറ്റി മാത്രം മതി അവർക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ LCD മോണിറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത് കോൾഡ് കാത്തോഡ് ഫ്ലൂറസെൻറ്റ് ബൾബായിരിക്കും. ആ ഒരു ഫ്ലൂറസെൻറ്റ് ബൾബ് യൂസ് ചെയ്യുന്ന കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കുറവ് മാത്രം മതി. ഇനി പുതിയതായിട്ട് വന്നതാണ് LEDs, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്നത്. അത് ഫ്ലൂറസെൻറ്റ് ബൾബിനെയും റീപ്ലേസ് ചെയ്ത ഒരു ലൈറ്റാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്നത്. ഒരു ഡിസ്പ്ലേ ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് എന്ന് പറയുന്നത്. അത് ഫ്ലൂറസെൻറ്റ് ബൾബിനേക്കാൾ കുറച്ചുകൂടെ എനർജീനെയും ഇലക്ട്രിസിറ്റീനെയും റെഡ്യൂസ് ചെയ്യിപ്പിക്കും ഈ പുതിയതായിട്ട് വന്ന LEDs എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടെലികമ്മ്യൂണിക്കേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ എമിഷൻ നടക്കും. അതായത് നമ്മൾ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തന്നെ. അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്യൂവൽ എമിഷൻ റെഡ്യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഇപ്പോൾ ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ലൈറ്റും ഇലക്ട്രിസിറ്റി യൂസ് ആവുന്നുണ്ട്. എപ്പോഴും ലൈറ്റ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഇലക്ട്രിസിറ്റി ഫുള്ളി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫിഫ്ത്ത് വൺ മെറ്റീരിയൽ റീസൈക്ലിംഗ്. അതായത് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽസ്, അതായത് ഇലക്ട്രോണിക് ഡിവൈസസ് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിൽ നിന്ന് വരാറുണ്ടെന്ന് പറയും. അതായത് ലെഡ്, മെർക്കുറി, ഹെക്സാവലിൻ അതുപോലത്തെ ഒരുപാട് ഹാംഫുൾ കെമിക്കൽസ് ആയിരിക്കും അതിൽ നിന്ന് വരുന്നത് റീസൈക്കിൾ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഈ മാനുഫാക്ചറിൻ്റെ സമയത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റീസൈക്കിൾ ചെയ്യുമ്പം ഇതുപോലത്തെ ഹൈ കെമിക്കൽസ് ഒന്നും അതിൽ നിന്ന് എമിറ്റ് ആവത്തില്ല. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാനുഫാക്ചറിൻ്റെ സമയത്ത് തന്നെ ഇതുപോലത്തെ എക്യുപ്മെൻറ്റ്സിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എനർജീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ റീസൈക്കിൾ ചെയ്യാതെ നമുക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലത്തെ സംഭവങ്ങളുടെയൊക്കെ ലൈഫ് എന്തെങ്കിലും റിപ്പയർ വരുമ്പോഴത്തേക്ക് അത് ഫുള്ളി കൊണ്ട് കളയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാരിറ്റീസിലോ അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ റീസൈക്ലിംഗ് വരുന്നില്ല, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് എമിറ്റ് ആവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ചാരിറ്റീസ് പോലെ സ്ഥലത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇനി അവരും എടുക്കുന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ലീഗലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതുള്ള അടുത്ത് മാത്രം കൊണ്ട് റീസൈക്ലിംഗ് ചെയ്യുക. അപ്പോൾ അവർക്കത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് നല്ല രീതിയിൽ എങ്ങനെ റീസൈക്കിൾ ചെയ്യാമെന്ന് അറിയാവുന്നവർക്ക് കൊണ്ടുപോയി റീസൈക്ലിംഗ് ചെയ്യുക. നെക്സ്റ്റ് വൺ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോളർ ഫോം ഫാക്ടർ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഓഫൺ കൺസ്യൂം ലെസ് പവർ പെർ ഗിഗാബൈറ്റ് ദാൻ ഫിസിക്കലി ലാർജർ ഡ്രൈവ്. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് സൈസ് വലുതാണ്. പക്ഷേ ഇവരെന്താ പറയുന്നത് വെച്ചാൽ ചെറിയ സൈസുള്ള, അതായത് അറ്റ്ലീസ്റ്റ് 2.5 ഇഞ്ചൊക്കെയുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന പവർ അല്ലെങ്കിൽ നമുക്ക് അത് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ലാർജ് ഹാർഡ് ഡിസ്ക് ഡ്രൈവറിനെക്കാളും കുറച്ചുകൂടെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും ചെറിയ സൈസുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റോറേജ് പറയുന്നത്. എപ്പോഴും മാക്സിമം ചെറിയ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഒക്കെ അല്ലെങ്കിൽ ചെറിയ ഇഞ്ചസ് ഉള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. മറ്റേലെന്ന് പറഞ്ഞാൽ വലിയ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, വലിയ ഇഞ്ചസ് അല്ലെങ്കിൽ വലിയ സൈസുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് പവർ കൺസപ്ഷൻ കൂടുതലായിരിക്കും. 7th one, cloud computing. It means outsourcing your company's information, IT needs from data and storage to software. All the servers and applications sit elsewhere in the internet cloud. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓൾറെഡി നിങ്ങൾക്ക് പരിചയമായിരിക്കും. കാരണം നമ്മുടെ എല്ലാ ഡേറ്റാസും എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്കായിരിക്കും. അതിപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അതൊരു ഇൻ്റർനെറ്റ് സ്റ്റോറേജാണ്. നമ്മുടെ എല്ലാ ഫയൽസും നമുക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാൻ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ സേഫ് അല്ല നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ ഫയൽസും ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കിടക്കണം. എന്നുവെച്ചാൽ അതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റോറേജിനേക്കാൾ കൂടുതലായിരിക്കും. നമുക്ക് എന്ത് ഫയൽസ് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് ഫയൽസിനെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 GB ഫയൽസ് ഒരു 15 GB കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് പെയ്ഡ് ആയിരിക്കും. ചില സമയത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പെയ്ഡ് ആയിരിക്കും. അതായത് ഇന്ന എമൗണ്ട് ഓഫ് സ്റ്റോറേജ് കഴിയുമ്പോഴത്തേക്ക് ഇത് പെയ്ഡ് ആയിരിക്കും. പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡേറ്റാസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോറേജാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്.
A recent study from Microsoft showed that compared to running their own applications by outsourcing, companies can reduce the energy use and carbon footprint of കമ്പ്യൂട്ടിംഗ് ബൈ അപ് ടു 90%. അതായത് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ സ്റ്റോറേജ് മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അതിൻ്റേതായ ആപ്ലിക്കേഷൻ വേണം. അങ്ങനെ പോലും നമുക്ക് ക്ലൗഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം ലാപ്പിലോ സ്വന്തം കമ്പ്യൂട്ടറിലോ റൺ ചെയ്യിപ്പിക്കാതെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള യൂസ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇതിൽ റൺ ചെയ്യാത്തത് കാരണം നമ്മുടെ സ്റ്റോറേജും എനർജിയും അതുപോലെ തന്നെ പവറിനെയും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ് കാരണം നമ്മുടെ പവറോ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊന്നുമല്ല, ക്ലൗഡിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് കാരണം തന്നെ ഒരുപാട് പവർ കൺസംഷനും ഒരുപാട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജും അതുപോലെ തന്നെ പവറും ഇലക്ട്രിസിറ്റിനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. Advantages and disadvantages of green computing. Advantages: environmental sustainability, save more money per year. Energy efficiency: green computing techniques will actually translate into much lower carbon dioxide emission. അതായത് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് എൻവയോൺമെൻറ്റിൽ ഒരു ഹാം ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ നിന്ന് നമുക്ക് ഹാംലെസ് എൻവയോൺമെൻ്റ് ആക്കി മാറ്റാൻ പറ്റും. കൂടുതൽ മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്തായാലും ആദ്യം ഒരു സ്റ്റാർട്ടിങ് മണി എന്ന് പറഞ്ഞാൽ അത് കൂടുതലാണെങ്കിലും ഇയർലി നോക്കുകയാണെങ്കിൽ മണി കുറവായിരിക്കും. എനർജി എഫിഷ്യൻസി, അതായത് എനർജീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വഴി. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് വിൽ ആക്ച്വലി ട്രാൻസ്ലേറ്റ് ഇൻ മച്ച് ലോവർ കാർബൺ ഡയോക്സൈഡ് എമിഷൻ. അതായത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ തന്നെ ഒരുപാട് റീസൈക്ലിങ് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിനെ എമിറ്റ് ചെയ്ത് കളയും അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കും. ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കാരണം കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ റിഡ്യൂസ് ആകുക, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. അതിൻ്റെ ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷേ ഇയർലി വരുമ്പോൾ കുറവാണെങ്കിലും ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് മണി എന്ന് പറയുന്നത് അത് കൂടുതലായിരിക്കും. സ്റ്റിൽ ഇൻ എക്സ്പെരിമെൻ്റൽ സ്റ്റേജസ്. ഇത് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വരണമെന്ന് പറഞ്ഞാലും ഇത് ഇപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ്, ഇപ്പോഴും അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. റീസെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇനി കുറച്ച് അത്യാവശ്യം ഫുള്ളി ഇംപ്ലിമെൻ്റ് ആയാലും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ളൂ. അതിൽ സർട്ടൻ ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. ഫസ്റ്റ് ബ്ലാക്കിൽ എന്ന് പറയുന്നത്. ബ്ലാക്കിൽ ഇസ് എ സെർച്ച് എഞ്ചിൻ സൈറ്റ് പവർഡ് ബൈ ഗൂഗിൾ കസ്റ്റം സെർച്ച്. ബ്ലാക്കിൽ കെയിം ഇൻ ടു ബീൻ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ദാറ്റ് വെൻ എ കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് വൈറ്റ് പ്രസൻറ്റിംഗ് an empty word page or the Google home page, your computer consumes 74 watt. When the screen is black, it consumes only 59 watt. അതായത് നമ്മൾ സാധാരണ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന പവർ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് 59 വോൾട്ടാണ്. അപ്പോൾ ബ്ലാക്കിൽ എന്ന് പറഞ്ഞൊരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പവർ ചെയ്തേക്കുന്നത് ഗൂഗിൾ കസ്റ്റം സെർച്ചിൻ്റെയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് പകരം ഈ ബ്ലാക്കിൽ എന്ന് പറഞ്ഞ സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കും. അപ്പോൾ ബ്ലാക്ക് കളർ ആകുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറയും. അപ്പോൾ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പം അവിടെ ശരിക്കും 59 വോൾട്ട് മാത്രമേ എനർജി കൺസ്യൂം ആവത്തുള്ളൂ. അതാണ് ബ്ലാക്കിൽ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ സെർച്ച് എഞ്ചിൻ സൈറ്റ് പവർഡ് ബൈ ഗൂഗിൾ കസ്റ്റം സെർച്ച്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ വൈറ്റ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പവർ കൺസ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ ബ്ലാക്കിൽ യൂസ് ചെയ്ത് നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആകുമ്പം അതൊരു 59 വോൾട്ട് അത്രയും കുറവായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സോംബു കമ്പ്യൂട്ടർ. അതും ഒരു വെരി എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു PC ആണ്. The Zombo consumes just 1/3 of the power of a typical light bulb. The device runs a Linux operating system using a 1.0 GHz processor and 512 MB of RAM. അതായത് ഒരു ടൈപ്പ് ഓഫ് PC ആണ്. ഇതൊരു എനർജി എഫിഷ്യൻ്റ് ആണ്. സാധാരണ യൂസ് ചെയ്യുന്ന PCനേക്കാൾ കുറച്ച് പവർ മാത്രം മതി സോംബുവിന്. അതുമാത്രമല്ല അത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുന്നത് വെറും 1.0 GHz പ്രോസസ്സറിലും 512 MB ഓഫ് റാമിലും മാത്രം മതി. അത്രയും മാത്രം മതി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഫിറ്റ് PC എന്ന് പറയുന്നത്. ഫിറ്റ് PC is the size of paperback and absolutely silent. It fit enough to run Windows XP or Linux. ഈ ഒരു PC എന്ന് പറയുന്നത് ഇതും വേറൊരു ടൈപ്പ് ഓഫ് PC ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ബാക്കിൻ്റെ അത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വിൻഡോസ് XP ലിനക്സും ഒക്കെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും.
ഫിറ്റ് പി സി ഇസ് ഡിസൈൻ ടു ഫിറ്റ് വേറെ സ്റ്റാൻഡേർഡ് പി സി ഇസ് ടു ബൾക്കി നോയ്സ് ആൻഡ് പവർ ഹാങ്കി. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പി സി എന്ന് പറഞ്ഞാൽ ഒന്നാമത് സൈസ് വലുതായിരിക്കും, പ്ലസ് അതിൻ്റെ അകത്ത് എല്ലാ വർക്കിങ്ങൊക്കെ ഉള്ളതാണ് ഭയങ്കര നോയ്സി ആയിരിക്കും, ഭയങ്കര ബൾക്കി ആയിരിക്കും, ഭയങ്കര വലുതായിരിക്കും. പക്ഷേ ഈ ഫിറ്റ് പി സി എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരു പേപ്പർ ബാക്കിൻ്റെ അത്രേ ഉള്ളൂ. അതുമാത്രമല്ല ഭയങ്കര എനർജി എഫിഷ്യൻറ്റും ആയിരിക്കും, ഭയങ്കരമായിട്ട് എനർജീനെ സേവ് ചെയ്യുന്നൊരു സംഭവമായിരിക്കും. ഫിറ്റ് പി സി ഡ്രോസ് ഓൺലി 5 വാട്ട്സ്. മാത്രമല്ല ഇതിന് ആകെപ്പാടെ 5 വാട്ട്സ് മതി ഇതിന് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ. കൺസ്യൂമിങ് ഇൻ എ ഡേ ലെസ് പവർ ദാൻ എ ട്രഡീഷണൽ പി സി കൺസ്യൂംസ് ഇൻ 1 hour. സാധാരണ ഒരു പി സി യൂസ് ചെയ്ത് 1 hourൽ കൺസ്യൂം ചെയ്യുന്ന ആ ഒരു അതിനേക്കാൾ ലെസ് ആയിരിക്കും ഒരു 1 day ഈ ഫിറ്റ് പി യൂസ് ചെയ്ത ഇങ്ങനെയുള്ള പവർ എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു പി സി യൂസ് ചെയ്യുന്നു, ഒരു നോർമൽ ട്രഡീഷണൽ പി സി, അതിൽ 1 hour എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. ഇവിടെ പവർ കൺസ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഹൈ വോൾട്സ് ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ കുറവായിരിക്കും ഒരു ഫുൾ 1 day ഈ ഫിറ്റ് പി യൂസ് ചെയ്ത് വരുന്ന പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവായിരിക്കും. ഒരു 1 day ഫുൾ യൂസ് ചെയ്താൽ പോലും സാധാരണ പി സി യൂസ് ചെയ്യുന്ന 1 hourലുള്ള അത്രയും പവർ കൺസ്യൂം ആവുന്നില്ല ഈ ഫിറ്റ് പി സിയിൽ. Next one, Sunray thin client. Thin clients like the Sunray consume far less electricity than conventional desktop. ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കുറവായിരിക്കും. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ പി സിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റീനേക്കാൾ കുറവായിരിക്കും സൺറേ തിൻ ക്ലൈൻറ്റ് എന്ന് പറയുന്ന പി സിയിൽ. അപ്പോൾ അതിൽ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. എ സൺറേ ഓൺ എ ഡെസ്ക്ടോപ്പ് കൺസ്യൂം 4 to 8 watts of a power because most of the heavy computation is performed by the server. Sunrays are particularly well suited for cost-sensitive environments such as call centers. ഇത് സാധാരണ കോൾ സെൻറ്റേഴ്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ പോലെ കോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അസ്യൂസിൻ്റെ ട്രിപ്ലി പി സി ആൻഡ് അൾട്രാ പോർട്ടബിൾസ്, അതെന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് ആയിരിക്കും, ഫെയർലി ലോ പവർ സി പി യു ആയിരിക്കും, കോമ്പാക്ട് സ്ക്രീൻ ആയിരിക്കും, ലോ കോസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ യൂസസ് ഫ്ലാഷ് മെമ്മറി ഫോർ സ്റ്റോറേജ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടിംഗ് എങ്ങനെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഫുൾ ഇന്ത്യയെ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻ്റ് ആക്കി മാറ്റുക. Given below are some of the guidelines which are set for the IT and the telecom industry in India to follow for a greener future. ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ടെലികോം സെക്ടറും അതുപോലെ തന്നെ IT സെക്ടറും ഒരു ഗ്രീൻ ഫ്യൂച്ചറിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറേ പോളിസീസും കുറേ റെഗുലേഷൻസൊക്കെ ഒരു ഗ്രീനർ ഫ്യൂച്ചറിന് വേണ്ടി ഉണ്ടാക്കിയ കുറേ പോളിസീസും കാര്യങ്ങളുണ്ട്. Standardization. Agencies and departments like Bureau of Energy Efficiency and DIT, Department of Information Technology, need to standardize IT equipments and data centers for a cleaner and greener environment. അതായത് ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് DIT, BE, അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സും എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ്, IT എക്യുപ്മെൻറ്റ്സും ഡേറ്റാ സെൻറ്റേഴ്സും ഒരു ഗ്രീനർ എൻവയോൺമെൻറ്റിലേക്ക് മാറ്റാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. The BE agency's function is to develop programs which will increase the conservation and efficient use of energy in India. ഇനി BE ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യനെ ഒരു ഫ്യൂച്ചർ ഗ്രീനർ ഇന്ത്യ ആക്കി മാറ്റാൻ ശ്രമിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം എല്ലാ IT എക്യുപ്മെൻറ്റ്സിലെയും എനർജി റെഡ്യൂസ് ചെയ്ത് മാക്സിമം ഒരു ഗ്രീനർ ഇന്ത്യയിലേക്ക് മാറ്റാൻ അവർ മാക്സിമം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്. ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഷുഡ് ഇൻക്ലൂഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് എൻകറേജ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇന്ത്യയിലെ ഒരു ഗ്രീനർ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഗ്രീനർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായ പോളിസീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സാമ്പിൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ക്ലൈമറ്റ് സർവീസ്, അതായത് ഒരു ഗ്രീനർ ഇന്ത്യ ആക്കി മാറ്റുന്നതിനുള്ള റെഗുലേഷൻസും കാര്യങ്ങളുമാണ്. ഫസ്റ്റ് വൺ ക്ലൈമറ്റ് സേവേഴ്സ് കമ്പ്യൂട്ടിംഗ് ഇനിഷ്യേറ്റീവ്, CSCI എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എഫോർട്ട് ടു റെഡ്യൂസ് ദ ഇലക്ട്രിക് പവർ കൺസപ്ഷൻ ഓഫ് PCs ഇൻ ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേറ്റ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന PCയിൽ അത് ആക്റ്റീവ് സ്റ്റേറ്റും ആയിക്കോട്ടെ ഇനാക്റ്റീവ് സ്റ്റേറ്റും ആയിക്കോട്ടെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന PCയിലെ എനർജി മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് CSCI എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. നെക്സ്റ്റ് ഇനീഷ്യേറ്റീവാണ് ഗ്രീൻ ഇലക്ട്രോണിക് കൗൺസിൽ. അതും ഒരു ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ്. ഓഫേഴ്സ് ദ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് ടൂൾ. ഇവരെന്താ ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ EPE80 എന്ന് പറഞ്ഞൊരു ടൂളാണ്. എന്തിനാണെന്ന് വെച്ചാൽ ടു അസിസ്റ്റ് ഇൻ ദ പർച്ചേസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. മാക്സിമം എല്ലാവരും ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പവർ കൺസംഷൻ കുറവുള്ളത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറവുള്ള അങ്ങനത്തെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി
കൂടുതൽ എല്ലാവരെയും ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്നൊരു ടൂളാണ് EPE80 എന്ന് പറയുന്നത്. അതൊരു ഗ്രീൻ ഇലക്ട്രോണിക് കൗൺസിലിൻ്റെ ഇനീഷ്യേറ്റീവാണ്. ഇനി സെറ്റിംഗ് അപ്പ് സെൻറ്റർ ഓഫ് എക്സലൻസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷുഡ് സെറ്റ് അപ്പ് COE, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ദ ടോപ്പ് ഓഫ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഗവൺമെൻറ് എന്താ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ COE, അതായത് സെൻറ്റർ ഓഫ് എക്സലൻസ് പോലത്തെ ടോപ്പ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും യൂണിവേഴ്സിറ്റിയിലും ഇത് സെറ്റപ്പ് ചെയ്യണം. അതായത് ഈ COE എന്ന് പറയുന്നത്. ദിസ് സെൻറ്റേഴ്സ് ക്യാൻ ബിക്കം ദ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്സ് ആൻഡ് ഇവാലുവേഷൻ സ്റ്റേജസ് ഫോർ ദ ക്ലീൻ ടെക്നോളജീസ്. അതായത് ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ ഈ ഒരു CEO പോലത്തെ സാധനം ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ പുതിയ വരുന്ന ടെക്നോളജീസ് ക്ലീൻ ടെക്നോളജീസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് മാക്സിമം ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജീസ് അത് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ പവർ കൺസപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്തോരം വരുന്നുണ്ട്, ഇതിന് പവർ എന്തോരം വരുന്നുണ്ട്, എന്തോരം കെമിക്കൽസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്, അതൊക്കെ നോക്കി അതൊരു ക്ലീൻ ടെക്നോളജി ആണോ, അതൊക്കെ മാറ്റി അതൊരു ക്ലീൻ ടെക്നോളജി ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു CEO പോലത്തെ ഒരു സാധനം ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്യണമെന്ന് പറയുന്നത് ടോപ്പ് യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും ഒക്കെ. നെക്സ്റ്റ് വൺ, ടാക്സ് ഇൻസെൻറ്റീവ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ക്ലീൻ ടെക്നോളജി is costly. Through tax incentives, by reducing the amount of tax that they have to pay, government encourage the individuals and business to spend money. അതായത് ഒരു ക്ലീൻ ടെക്നോളജിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ ആയിരിക്കും. ത്രൂ ടാക്സ് ഇൻസെൻറ്റീവ്സ്, ടാക്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ബൈ റെഡ്യൂസിങ് ദി എമൗണ്ട് ഓഫ് ടാക്സ്. അതായത് സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന ടാക്സിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് ഗവൺമെൻറ് എന്താ എൻകറേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ക്ലീൻ ഇന്ത്യ ആക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് മണി സ്പെൻഡ് ചെയ്യിപ്പിക്കണം. പകരം അവർ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ ഇട്ടേക്കുന്ന ടാക്സിനെ കുറച്ചിട്ട് പകരം എന്ത് ചെയ്യണം, ആ മണിയും കൂടെ എവിടെ സ്പെൻഡ് ചെയ്യണം, ഒരു ക്ലീൻ ഇന്ത്യ ആക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആൾക്കാരെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഡോ റെക്കമെൻഡ് ആൻഡ് അഡോപ്റ്റ് ഗ്രീൻ ടെക്നോളജീസ് ഇൻ ടെലികോം സെക്ടർ. ഇനി ടെലികോം സെക്ടറിൽ ഇതുപോലത്തെ ഗ്രീൻ ടെക്നോളജീസിനെ അഡോപ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 75% ഓഫ് റൂറൽ ടവേഴ്സ് ആൻഡ് 33% ഓഫ് ദ അർബൻ ടവേഴ്സ് ആർ ടു ബി പവർഡ് ബൈ ഹൈബ്രിഡ് പവർ. പിന്നെ നമുക്കറിയാം ഹൈബ്രിഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മൾ കാറ്റാടിയിൽ നിന്നൊക്കെ പവർ കൺസ്യൂം ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെയുള്ള സംഭവമായി 70% റൂറൽ ടവേഴ്സും അതുപോലെ തന്നെ 33% അർബൻ ടവേഴ്സും പവർ ചെയ്യുന്ന ഹൈബ്രിഡ് പവർ വഴിയായിരിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെൻറ്റർ വിൽ സർട്ടിഫൈ ഗ്രീൻ പാസ്പോർട്ട് ഫോർ ടെലികോം പ്രൊഡക്ട്സ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സർവീസസ് ഓൺ ദ ബേസ് ഓഫ് ECR. അതുപോലെ തന്നെ ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സെൻറ്റർ ഒരു ഗ്രീൻ പാസ്പോർട്ട് ഒരു സർട്ടിഫിക്കേഷൻ നൽകണമെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും സർവീസസും ECR എനർജി കൺസപ്ഷൻ റേറ്റിംഗ് ബേസ് ചെയ്ത് മാത്രമേ അവരൊരു ഗ്രീൻ പാസ്പോർട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ. പിന്നെ TRAIS ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ മെയിൻ പർപ്പസ് ഈസ് ടു റെഗുലേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്. TRAI has recommended 40% of reduction in carbon emission by the telecom sector to reduce its carbon